ഹസനൊക്കെ എത്തിയില്ല മുനിറേ? ആ മൂപ്പരകത്തുണ്ട് ഇരിക്കി. വെള്ളപ്പനി സ്റ്റോക്ക് എത്തിയല്ലോ അല്ലേ? അയ്യോ വൈകുന്നേരം ആവല്ലോ. ആ അതെന്ത് പണിയാണ്? ഇന്നലെ വരുമെന്ന് പറഞ്ഞിട്ട് പാലക്കാട് മട്ടയോ? അത് ഉച്ചക്കെത്തും എന്ന് വെച്ചാ അതും ഇപ്പൊ ഇല്ല. എന്നാ പാണ്ഡ്യയിലെ പൊട്ടി താക്കോൽ ഇങ്ങോട്ട് വന്നേക്ക്. എന്തിനാ തുറന്നു വെച്ചിരിക്കണേ? എവിടെ തന്നെ തുണയ മുതലാളി? വാടോളാ വാ വാ. ഒളിച്ചിരുന്ന് വെച്ച് കീറാണല്ലേ? അവിടെ ആള് നോക്കിക്കുമ്പോ തട്ടിയാ ദഹിക്കൂല. ഇഷ്ടപ്പെട്ടേ ഇരിക്കാൻ എന്തെങ്കിലും എടുത്തോ. ഇതിപ്പോ ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചോ? രണ്ടുമല്ല, ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിൽ നിന്ന് കഴിച്ചു. ലഞ്ചിനൊരു 3 മണിയാവും. ഇത് അതിനിടയ്ക്കുള്ള ഒരു ലഘുഭക്ഷണ. ആ കൃഷ്ണൻകുട്ടി, നീ ആ ചായപ്പീടി ഒന്നൊരു പ്ലേറ്റിങ് വാങ്ങിച്ചു. നായർക്ക് ഇത്തിരി അപ്പം ഉറച്ചു കൊടുക്കാം. എനിക്ക് നിങ്ങളുടെ ഇറച്ചിയൊന്നും വേണ്ട. നീ പോയിട്ടോ കൃഷ്ണൻകുട്ടി. ഭക്ഷണ കാര്യത്തിൽ നിങ്ങൾ ഹിന്ദുക്കൾ തീരെ പോരാ. ദോശ, സാമ്പാർ, ചട്ടിണി അതൊക്കെ ഒരു ഭക്ഷണമാണോടോ. ഞങ്ങളെ കണ്ടു പഠിക്കേ. നെയ്ച്ചോറ്, ബിരിയാണി, ആട്, മാട്, കോഴി, മീന്, പത്തിരി, പോത്ത്. രാത്രി ആവുമ്പോഴേക്കും എത്ര കിലോ ആടുമീനും കയറും അകത്തോട്ട്? നമുക്ക് പണം എന്തിനാടോ? തിന്നാൻ, നല്ലോണം രസിച്ച് സുഖിച്ച് തിന്നാൻ. അല്ലാതെ താജ്മഹാൽ പണിയാനൊന്നും അല്ല. നായൊരു കാര്യം ചെയ്യും, ആ ഓണം കയറാൻ മൂലം ഇങ്ങോട്ട് പോരെ. ഇവിടെ അടുത്തൊരു കട നോക്കാം. എന്റെ വീട്ടിൽ നല്ല ഒന്നാം തരം ഭക്ഷണം കൊണ്ടുതരാം. മാത്രമല്ല കച്ചവടം ടൗണിലായാലേ നല്ല വരുമാനം ഉണ്ടാവും. വരുമാനത്തിന് വേണ്ടി മാത്രമല്ലല്ലോ ഹസനക്ക, നാട്ടുകാർക്കൊരു സേവനല്ലേ? നല്ല സാധനങ്ങൾ ന്യായമായ വിലയ്ക്ക്. പിന്നെ എന്റെ നാട്ടുകാർ എന്നെ അവിടെ നിന്ന് വിടുമെന്ന് തോന്നുന്നുണ്ടോ? അതെന്താ നാട്ടുകാരെ എനിക്ക് ചെലവിനിരുന്നേ? ഹസനക്കേട് ഞാൻ പറഞ്ഞിട്ടില്ലേ, എന്ത് കാര്യത്തിനും അവർക്ക് ഞാൻ വേണം. അതുപോലെ തന്നെ ആളുകൾക്ക് വലിയ സ്നേഹവും ബഹുമാനമാണ്. ഹസനക്ക നാട്ടിൽ ചെന്ന് അന്വേഷിച്ച് നോക്ക്. മുരിങ്ങച്ചോട്ടിൽ രമേശൻ നായരെന്ന് പറഞ്ഞാൽ നാട്ടുകാരുടെ കണ്ണിലുണിയാ. അപ്പോ ഈ ടൗണിലെ ഹസനാണ് അവിടെ രമേശൻ നായർ. ഹസനക്ക ഈ ടൗണിൽ എങ്ങനെയാ? ഞാനാ ഇവിടുത്തെ കണ്ണിലുണ്ണി. ഓ, അത് ഞാൻ അറിഞ്ഞില്ല. താൻ അറിയാത്ത എന്തെല്ലാം കാര്യങ്ങൾ ലോകത്തുണ്ടോ. അങ്ങനെ വെച്ചോ. ഹസനക്ക പൊന്നിയും മട്ടയും കിട്ടിയിട്ടില്ല. അപ്പം തിന്നുന്ന നേരത്തെ കച്ചവടത്തിന്റെ കാര്യം മിണ്ടി പോരുത്. പൊന്നിയും മട്ടയും വരേണ്ട സമയത്ത് വരും. ആ കൃഷ്ണൻകുട്ടി, ആ കടയിൽ നിന്ന് 2 ഏത്തപ്പഴം വാങ്ങിച്ചു. എനിക്ക് പഴം വേണ്ട. തനിക്കല്ല, രണ്ടും എനിക്കാ.